നമസ്കാരം. ദീപിക ദിനപത്രത്തിൽ കൊച്ചേട്ടൻ്റെ കത്ത് എന്ന പേരിൽ കഴിഞ്ഞ 20 വർഷമായി ദീപിക ബാലസാഹിത്യത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും ഒരു കുറിപ്പ് എഴുതുന്നുണ്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതി ശനിയാഴ്ച എഴുതിയ കൊച്ചേട്ടൻ്റെ കത്തിൽ ഞാൻ പരാമർശിച്ച വിഷയം നവമാധ്യമങ്ങളിലും മറ്റും വളരെ ചർച്ചയായതുകൊണ്ട് നിരവധി മാധ്യമങ്ങൾക്ക് അതിനെപ്പറ്റി വിശദീകരണം കൊടുക്കാനുള്ള അവസരം കിട്ടി. ഷെക്കീന TV ഞാൻ അവതരിപ്പിച്ച ആ ഒരു ചിന്ത ഷെക്കീന TVയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ഒരവസരം തന്നതിന് എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ ലേഖനത്തിൻ്റെ ശീർഷകം ആരുടേതുമല്ലാത്ത മക്കളെ എന്നതായിരുന്നു. ആരുടേതുമല്ലാത്ത മക്കളെ എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുക? ആരുടെയെങ്കിലും ആണ് എന്ന് തോന്നാത്തവരെയാണ്. ആരുടെയെങ്കിലും ആണ് എന്ന് നമ്മൾക്ക് വിദ്യാർത്ഥികളെ കാണുമ്പോൾ, മക്കളെ കാണുമ്പോൾ തോന്നണമെന്നുണ്ടെങ്കിൽ അവരാർക്കു വേണ്ടിയെങ്കിലും ജീവിക്കുന്നവരാണ് എന്ന ഒരു രീതി അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ് ഞാൻ പത്രത്തിൽ എഴുതിയത്, ദീപിക പത്രത്തിൽ എഴുതിയത്. ആ കാഴ്ച എന്താണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി മധ്യ കേരളത്തിലെ ഒരു നഗരത്തിൽ ബസ് സ്റ്റാൻഡിൻ്റെ, നാഷണൽ ഹൈവേയുടെ തൊട്ട് സൈഡിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ എൻ്റെ വണ്ടി നിർത്തി ഇറങ്ങിയ സമയത്താണ് റോഡ് സൈഡിൽ 6 കുട്ടികൾ യൂണിഫോമിൽ, സ്കൂൾ യൂണിഫോമിൽ ഒരുമിച്ച് നിൽക്കുന്നു, ചുറ്റി നിൽക്കുകയാണ്. അതിൽ 2-3 പേർ പുകവലിക്കുന്നുണ്ട്. സ്കൂൾ യൂണിഫോമിൽ നടുറോഡിൽ നിന്ന് പുകവലിക്കുന്ന കുട്ടികൾ എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ടാണത് ചെയ്യുന്നത്. അതുമാത്രമല്ല, അല്പം കഴിഞ്ഞപ്പോൾ 2 കുട്ടികൾ, ഇവരിൽ 2 പേർ പെൺകുട്ടികളാണ്, ആ പെൺകുട്ടികളുടെ അടുത്ത് ചെന്ന് അവരെ വളരെ ക്ലോസ് ആയിട്ട് ചുംബിക്കുകയാണ്. സ്കൂൾ യൂണിഫോമിൽ നടുറോട്ടിൽ നിന്നുകൊണ്ട് പുകവലിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന ഈ ആൺകുട്ടികളും പെൺകുട്ടികളും അവരേത് വീട്ടിൽ നിന്ന് വന്നവരാണ്? അവർ ഈ കേരളത്തിൽ വളരുന്ന മക്കളാണ്. മലയാളം ഇത്രയും കാലം മഹിതമായി സങ്കല്പിച്ച് പരിപാലിച്ചു കൊണ്ടുവന്ന ഈ ഒരു വിദ്യാർത്ഥി സംസ്കാരം, ഒരു സ്കൂൾ സംസ്കാരം, അതിന് ഘടകവിരുദ്ധമായ ഒരു പെരുമാറ്റ രീതി കണ്ടപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ദീപിക പത്രത്തിൽ എഴുതാനുള്ള അവസരം വന്നപ്പോഴാണ് ഞാൻ ആരുടേതുമല്ലാത്ത മക്കളെ എന്ന ശീർഷകം ഉപയോഗിച്ച് ഈ കൊച്ചേട്ടൻ്റെ കത്ത് എന്ന ലേഖനം എഴുതിയത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മക്കളും അധ്യാപകരും, ഞാനിവിടെ ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം വിലയിരുത്താൻ എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറച്ച് കാലങ്ങളായി കേരളത്തിലെ വിദ്യാലയ സംസ്കാരം വളരെയേറെ മാറുകയാണ്. കഴിഞ്ഞ ഒരു 5-6 വർഷമായി വിദ്യാലയത്തിൽ വന്നാൽ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല, പഠിക്കാൻ വേണ്ടിയാണ് വിദ്യാലയത്തിൽ വരുന്നത് എന്ന് ചിന്തിക്കുക പോലും വേണ്ട എന്ന ഒരു രീതിയിലാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും വിദ്യാലയത്തിലേക്ക് എത്തുന്നത്. ഇവിടെ SSLC റിസൾട്ട് നോക്കിയാൽ സാമാന്യ ബോധമുള്ളവൻ തലകുത്തി നിന്ന് ചിരിക്കും. കേരള സർക്കാർ നടത്തുന്ന വിദ്യാലയങ്ങളിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ SSLC റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ മൂക്കത്ത് വിരൽ വയ്ക്കാത്ത സാമാന്യ ബോധമുള്ളവരുണ്ടാകും. 99% വിജയം നൽകി ഈ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഫുൾ A+കളുടെ ഒരു പെരുന്നാൾ നടത്തി കേരളത്തിലെ വിദ്യാർത്ഥികളെ എങ്ങോട്ടാണ് ജയിപ്പിച്ചു വിടുന്നത്? ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഈ സംസാരിക്കുന്ന എൻ്റെയും എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെയും ഒക്കെ തലമുറയിൽ
വിദ്യാഭ്യാസവും പരീക്ഷയും ഒരു വിദ്യാർത്ഥിയുടെ പഠന മികവിൻ്റെ അളവിൻ്റെ മാനകങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് പരീക്ഷ നടത്താൻ പാടില്ല കുട്ടികൾക്ക്. പരീക്ഷ നടത്തിയാൽ കുട്ടികളുടെ മാനസികമായ ആഘാതങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള വികൃതമായ മനഃശാസ്ത്രങ്ങൾ എഴുതി വച്ച് ഇന്ന് വിദ്യാർത്ഥികളെ കയറൂരി വിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടി സംഘടനാ ഭാരവാഹികളാക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കാനും കല്ലെറിയാനും പൊതുമുതൽ നശിപ്പിക്കാനും വേണ്ടിയുള്ള വെറും ഉപകരണങ്ങളാക്കി മാറ്റാൻ വേണ്ടിയുള്ള സംഘടിതമായ ഒരു പരിശ്രമത്തിൻ്റെ ഗൂഢ ലക്ഷ്യത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം നിലംപറ്റെ തകർത്ത് തരിപ്പണമാക്കിയിടാൻ രാഷ്ട്രീയ നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ടവരും മത്സരിക്കുന്നത് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ മാത്രമൊരു ചിന്തയല്ല. ഇത് സാമാന്യമായി ഒരു പൊതുസമൂഹ നിർമ്മിതിയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികൾക്കും, ഒരു രാഷ്ട്ര നിർമ്മിതിയിൽ ദേശസ്നേഹത്തോടുകൂടി പങ്കുചേരുന്ന, രാഷ്ട്രത്തിൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചുകൊണ്ട് പങ്കുചേരുന്ന ഏതൊരാൾക്കും ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ 100% വിജയം നൽകി വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രം തോൽവി അറിഞ്ഞ് SSLC പരീക്ഷ പാസ്സാകുന്ന എത്ര വിദ്യാർത്ഥികൾക്ക് സ്വന്തം പേര് അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ കഴിയും? ഏറെ A+ വാരിക്കൂട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം പേര് മലയാള ഭാഷയിൽ അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ അറിയാത്ത സാഹചര്യത്തിന് ഞാൻ തന്നെ ദൃക്സാക്ഷിയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാലയത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വികൃതമായ മറ്റൊരു അഭ്യാസമാണ് ഈ IED വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക എന്നത്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് സ്ക്രൈബിനെ വെച്ചുകൊണ്ട് SSLC പരീക്ഷ എഴുതാനുള്ള അവസരം പൊതുവിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ശ്ലാഘനീയമാണ്. ഞാൻ ഭിന്നശേഷിയുള്ള മക്കളുടെ കായിക വിഭാഗത്തിൻ്റെ സംസ്ഥാന ഡയറക്ടറാണ്, സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ ഡയറക്ടറാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളിൽ SSLC പരീക്ഷയ്ക്ക് നിരവധി A+ വാങ്ങിച്ച വിദ്യാർത്ഥികൾ വരാറുണ്ട്. അവർ സ്ക്രൈബിനെ വെച്ച് എഴുതിയവരാണ്. SSLC പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, 5-8 A+ കിട്ടി. പക്ഷേ സ്വന്തം പേരെഴുതാൻ അറിയത്തില്ല, ഉടുപ്പിടാൻ അറിയത്തില്ല, പ്രാഥമിക ആവശ്യങ്ങൾ തനിച്ച് ചെയ്യാൻ അറിയത്തില്ല. അത് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളാണ്. അവരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ IED സർട്ടിഫിക്കറ്റ് വളരെ മൈൽഡായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ് വാങ്ങിച്ച് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതി നിരവധി വിദ്യാർത്ഥികൾ ഫുൾ A+ വാങ്ങിച്ച് അല്ലെങ്കിൽ 100% സ്കൂളിന് വാങ്ങിച്ചു കൊടുത്ത് SSLC പരീക്ഷ എന്ന കടമ്പ കടന്നു വരുന്നതിൻ്റെ കഥകൾ നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ വ്യക്തമായിട്ടുണ്ട്. ഞാനീ പറയുന്നത് ഞാൻ എഴുതിയൊരു കൊച്ചേട്ടൻ്റെ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു കാലഘട്ടത്തിലെ വിദ്യാലയങ്ങളിൽ സംഭവിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ചയെപ്പറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ശൈലിയിൽ ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് കിട്ടുന്നത്? ഗവൺമെൻറ് പൊതുവിദ്യാലയം വളരെ മികച്ച രീതിയിൽ ബാഹ്യമായ ആകാര ഭംഗിയാലും നിരവധി സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടും വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാലയങ്ങൾ, ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ ഒക്കെ വളരെയേറെ മികവുറ്റതാക്കി മാറ്റി എന്നത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ വിദ്യാഭ്യാസത്തിന് മികവുണ്ടായോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവർ പലപ്പോഴും നിശബ്ദരാണ്. കാരണം പൊതുവിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാകേണ്ടി വരുന്നത്. രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ അതിക്രമത്തിൻ്റെയും അക്രമത്തിൻ്റെയും സമരമുറകളുടെയും ഇരകളാകേണ്ടി വരുന്നത് പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. എന്നാൽ ഈ കുട്ടി രാഷ്ട്രീയ നേതാക്കളെ സമരത്തിൻ്റെ ആഹ്വാനവുമായി വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ പഠിക്കുന്നത് എവിടെയാണ്?
അത് പൊതുവിദ്യാലയങ്ങളിലല്ല. ഇന്ന് ഭരണം നടത്തുന്ന പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മക്കൾ പഠിച്ചിറങ്ങിയത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. വളരെ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗമായിരിക്കുന്ന CMI സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇന്നത്തെ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കളുടെ മുഖ്യ നായകന്മാരുടെ ഒക്കെ മക്കൾ പഠിച്ചിറങ്ങിയത്. മറ്റ് നിരവധി വിദ്യാലയങ്ങളിലും പഠിക്കുന്നുണ്ട്. എല്ലാം സ്വകാര്യ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലാണ്. അവിടെ രാഷ്ട്രീയം ഇല്ല, അവിടെ രാഷ്ട്രീയ സമരങ്ങളില്ല, രാഷ്ട്രീയ സംഘടനകളില്ല, ബഹളങ്ങളില്ല. അവിടെയെല്ലാം കൃത്യമായി വിദ്യാഭ്യാസം നടത്തുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാലയങ്ങളിൽ സ്വന്തം മക്കൾ പഠിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും അവിടെയെല്ലാം സ്വന്തം മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കുകയും പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടിപ്പാർട്ടി നേതാക്കൾക്ക് വളരാനുള്ള വിളനിലമാക്കി മാറ്റുകയും ചെയ്യുന്ന ഈ ഒരു കാപട്യം, ഇതിൻ്റെ ഇരകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ. ഇത്തരത്തിൽ അശ്രദ്ധമായി യാതൊരു തരത്തിലുമുള്ള നിബന്ധനകളും നിയമങ്ങളും ഇല്ലാതെ വളരാനായി കയറൂരി വിട്ട കാളക്കുട്ടികളെ പോലെ വിദ്യാലയങ്ങളിൽ സ്വന്തം തോന്നിവാസത്തിനനുസരിച്ച് നടക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു അധമവാഴ്ചയാണ് ഇന്ന് നിരവധി വിദ്യാലയങ്ങളിൽ എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം. മയക്കുമരുന്നും മദ്യവും പുകവലിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പരസ്പര സൗഹൃദത്തിൻ്റെ ഏറ്റവും വൈകൃതങ്ങളും അരങ്ങേറുന്ന നിരവധി രംഗങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും നിരവധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ പരിസരത്ത് അരങ്ങേറുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ കൊച്ചേട്ടൻ്റെ കത്തെഴുതിയപ്പോൾ എനിക്ക് വന്ന നിരവധി പ്രതികരണങ്ങൾ ഇത് 100% സത്യമാണ്, 1000% സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ സത്യമാണ് എന്നറിയാവുന്ന നിരവധി പേർ എന്തുകൊണ്ടാണ് ഈ മക്കൾ ഇങ്ങനെ നശിച്ചു തീരുന്നത് കണ്ടിട്ടും നിർവികാരതയോടുകൂടി നിസ്സംഗതയോടുകൂടി കണ്ടിട്ടും കണ്ടില്ലെന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് കേരളത്തിൽ ഒരു മൂല്യബോധമുള്ള ഒരു തലമുറ ഉണർന്നു വരണം, ഇവിടെ മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കണമെന്ന് നിർബന്ധമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക് ഈ ഒരു പ്രതിസന്ധിയെ സംഘടിതമായിട്ട് നേരിടാൻ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നേരിടാൻ എന്തുകൊണ്ട് സംഘടിച്ചുകൂടാ? ഇവിടെ വലിയൊരു പ്രളയം വന്നപ്പോൾ, വലിയ സുനാമി വന്നപ്പോൾ, വലിയ പകർച്ചവ്യാധി വന്നപ്പോൾ, കൊറോണ വന്നപ്പോഴൊക്കെ രാഷ്ട്രീയം ഇല്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് അതിജീവിക്കാനായിട്ട് പരിശ്രമിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നാൽ കൊറോണയെക്കാളും കോവിഡിനേക്കാളും പ്രളയത്തെക്കാളും മഹാപ്രളയത്തെക്കാളും ഭീകരമായ ഒരു നാശമാണ് ഇന്ന് വിദ്യാർത്ഥികളെ ഗ്രസിച്ചിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തി പുരണ്ട ദുശീലങ്ങൾ. ഇന്ന് ലഹരി ഉപയോഗിക്കാത്ത മക്കൾ സ്കൂളിൽ അന്തസ്സില്ലാത്തവരും അഡ്രസ്സില്ലാത്തവരുമായി ഉദ്രകുത്തപ്പെടുമ്പോൾ പുകവലിയും മദ്യവും മധുരാക്ഷിയും മയക്കുമരുന്നും ദുശീലങ്ങളും അശ്ലീല വിനിമയങ്ങളും മാത്രം ചെയ്യുന്നവർ സ്കൂൾ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വഴുതി മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ കണ്ട കാഴ്ചയുടെ അർത്ഥം എന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകർ പറയണം. പൊതുനിരത്തിൽ നിന്നുകൊണ്ട് പരസ്യമായി ചുംബിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നത് സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ എന്താണ് ഈ സ്കൂളിങ്ങിൽ ഇവിടെ നടക്കുന്നത്? ഇത് ഇത്ര പൊതുവായിട്ട് ചെയ്യാനായിട്ട് യാതൊരു ജാള്യതയുമില്ലാത്ത ഈ മലയാളി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ആരാണ്? അവരുടെ വീട്ടിൽ ഇവരെ പറ്റി അന്വേഷിക്കുന്നില്ലേ? ഈ മാതാപിതാക്കൾക്ക് ഈ മക്കളുടെ കൂട്ടുകാരാരാണ് എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? എന്നെ കേൾക്കുമെന്ന ചിലർക്കെങ്കിലും തോന്നാം ഞാനൊരു പഴഞ്ചനാണ് എന്ന്. ഇവിടെ ഇപ്പോൾ ന്യൂജൻ കുട്ടികളുടെ കാലമാണ്. ഞാൻ പഴഞ്ചൻ കുട്ടികളുടെ തലമുറയിൽ നിന്ന് വന്നയാളാണ് എന്ന് വേണമെങ്കിൽ വിമർശിക്കാം. ഇത് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യമാണ് എന്നും
ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നും പ്രണയിക്കുക എന്നതും ശീലങ്ങൾ സ്വീകരിക്കുക എന്നതും ഒക്കെ ഓരോരുത്തരുടെയും സ്വകാര്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നുമൊക്കെ വാദിക്കുകയും ഞാൻ ഈ പറയുന്ന ഷക്കീന TV-യുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യുകയും എനിക്കെതിരെ കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യാൻ എന്നെ കേൾക്കുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരും ഒരു കണ്ടിട്ട് നോക്കണം. നിങ്ങൾക്ക് സ്വന്തം മക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മകനുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ടിട്ട് നോക്കണം. നിങ്ങളുടെ കുഞ്ഞ് എവിടെയാണ്? നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂട്ടുകാരാരാണ്? നിങ്ങളുടെ കുഞ്ഞ് ആരുടെ കൂടെയാണ് ഇപ്പോഴുള്ളത്? സ്കൂളിലേക്ക് പോയാൽ സ്കൂളിലെത്തുന്നുണ്ടോ? സ്കൂളിൽ നിന്ന് പോന്നാൽ വീട്ടിലെത്തുന്നുണ്ടോ? ഇടവഴിയിൽ നമ്മുടെ മക്കൾ ഇടറി വീണ് എഴുന്നേൽക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ഒരു കണ്ണിട്ട് നോക്കിക്കൊണ്ട് വേണം എന്നെ ചീത്ത പറയുന്നവർ പറയാൻ എന്ന് ഈ അവസരത്തിൽ പറയട്ടെ. അങ്ങനെയല്ല നിങ്ങളുടെ മൈൻഡ് എങ്കിൽ, അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സെങ്കിൽ, നമ്മുടെ മക്കൾക്ക് ഒരു വിനാശകരമായ ഒരു ഭാവി അല്ല നമ്മൾക്ക് കൊടുക്കേണ്ടതെങ്കിൽ, നമ്മുടെ മക്കൾക്ക് വിനാശകരമായ ഒരു ഭാവി ഉണ്ടാവുകയും അവർ ദുശീലങ്ങൾക്ക് അടിപ്പെടുകയും അവരുടെ സ്വഭാവത്തിൽ വളരെ മോശമായ പ്രകൃതങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട് തന്നെയാണ് തകർന്നു പോകുന്നതെന്നും നമ്മുടെ ഭാവിയാണ് തകരുന്നതെന്നും ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ് തകരുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ തിരുത്താനും അവരെ തിരുത്താനുള്ള അവകാശം അധ്യാപകർക്ക് കൊടുക്കാനും മാതാപിതാക്കളും ശിശുക്ഷേമ സമിതിക്കാരും ബാലാവകാശ സംരക്ഷകരും മനസ്സ് കാണിക്കണം എന്ന് എനിക്കൊരു എളിയ അഭ്യർത്ഥനയുണ്ട്. ഞാൻ വിദ്യാർത്ഥികളെല്ലാം മോശക്കാരാണ്, എല്ലാ വിദ്യാർത്ഥികളും വളരെ ദുശീലങ്ങൾക്ക് അടിപ്പെട്ടവരാണ്, അവരെല്ലാം പൊതുനിരത്തുകളിൽ നിന്നുകൊണ്ട് അസന്മാർഗികമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നല്ല വിദ്യാർത്ഥികൾ പതിനായിരങ്ങളുണ്ട്, നല്ല വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. എന്നാൽ ഒരു സമൂഹത്തെ മലിനപ്പെടുത്താൻ എല്ലാവരും മോശക്കാരാവണമെന്നില്ല. ഒരു സമൂഹത്തെ മലിനപ്പെടുത്താൻ കുറച്ച് പേർ ദുർമാർഗങ്ങൾ കാണിച്ചാൽ മതി. അത്തരത്തിലുള്ളവരെ തിരുത്താനുള്ള അവകാശങ്ങൾ ഇന്ന് അധ്യാപകർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു ചിന്ത ഞാൻ മുന്നോട്ട് വയ്ക്കാൻ കാരണം. നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് അധ്യാപകർ സദാചാര ഗുണ്ടകളായിട്ടാണ് പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത്. പരാതി ചുമക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ചില രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടി നേതാക്കളും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി തെറ്റ് ചെയ്തു എന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സദാചാര ഗുണ്ടകളാക്കി മാറ്റി വിദ്യാലയത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തുന്ന നിരവധി ഇടങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഞാനീ പറയുന്നത് സത്യമാണ് എന്ന് രണ്ട് കൈയും പൊക്കി അംഗീകരിക്കുന്ന അധ്യാപകരുണ്ട് എന്ന് എനിക്കറിയാം. കാരണം നിരവധി അധ്യാപകരുടെ അനുഭവങ്ങൾ എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആരുടെ മക്കളാണ് നിങ്ങൾ എന്ന് ഇത്തരത്തിൽ പൊതുനിരത്തിൽ നിന്നുകൊണ്ട് അസഭ്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന വിദ്യാർത്ഥികൾക്ക് സ്വയം വെളിപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഈ കാലം അവരുടെ മനസ്സിൽ നിക്ഷേപിക്കുന്നുണ്ട്. എനിക്ക് അപ്പനുണ്ടെങ്കിൽ, എനിക്ക് അച്ഛനുണ്ടെങ്കിൽ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മകനും മകളുമാണ് എങ്കിൽ അവരുടെ കണ്ണുനീരിൻ്റെയും ചോരയുടെയും ഫലമായിട്ടാണ് ഞാനിവിടെ വളരുന്നത് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ വഴിയിറമ്പിൽ നിന്ന് വിരലാട്ടി വിളിക്കുന്നവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് കുനിയുകയും നൂരുകയും ചെയ്യുന്ന താല്പര്യത്തിനനുസരിച്ച് ഇടവഴികളിലൂടെ ഒളിച്ചും പാത്തും നടക്കേണ്ടി വരുന്ന വഴിതെറ്റിയ മക്കളുടെ ഗണത്തിൽ ഞാൻ പെടില്ല എന്ന് മാതാപിതാക്കളോട് നീതി പുലർത്താൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് തീരുമാനമെടുക്കാനുള്ളൊരു സമയം കൂടിയാണിത്. ദീപിക പത്രത്തിലെ എൻ്റെ ഈ കൊച്ചേട്ടൻ്റെ കത്തിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: തെറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ തിരുത്താൻ ശ്രമിക്കുന്ന അധ്യാപകരെ സ്കൂളിൽ നിന്ന് തന്നെ തുരത്താനായി വിദ്യാർത്ഥികളും സംഘടനകളും ബാലാവകാശ സംരക്ഷകരും മാതാപിതാക്കളും കൈകോർക്കുമ്പോൾ കയറൂരി നടക്കുന്ന തെരുവ് കാളുകൾക്ക് സമമായി ഒരു തലമുറ ഇവിടെ തലയും മുറയും മറന്ന് വളരുകയാണ്. ഇതിനൊരു കാരണമായി ഞാൻ കാണുന്നത് ഓരോ വളവിലും മദ്യശാലകൾ തുറക്കുന്ന സർക്കാരും സുനാമി പോലെ നാട് വിഴുങ്ങുന്ന ലഹരി വ്യാപാരത്തിന് കണ്ണടച്ച് അനുവാദം കൊടുത്ത് പൊട്ടം കളിക്കുന്ന ഭരണ പ്രതിപക്ഷ ലാഭക്കൊതിയന്മാരും
നാട്ടുനന്മകളെ തോട്ടിലെറിയുന്ന നാടാണ് ഇന്ന് കേരളം എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം തലമുറകൾ കൈമാറി വന്നപ്പോൾ ഏറ്റവും സംശുദ്ധമായി സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന മാനവികതയുടെ മൂല്യങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഹൃദ്യമായ രക്തബന്ധത്തിൻ്റെ വിശുദ്ധമായ അനുഭവങ്ങൾ, മൂല്യങ്ങൾ, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രതകൾ, അയൽക്കാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രതകൾ, ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സഹോദര ബന്ധത്തിൻ്റെ പവിത്രമായ സ്മരണകൾ, ഇതൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നിലനിന്നിരുന്ന ഒരു കാലത്തിന് അന്ത്യം കുറിക്കപ്പെടുകയാണോ എന്നുള്ള ആശങ്കയാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതിന് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഏത് മതവുമായിക്കൊള്ളട്ടെ, ഏത് ജാതിയുമായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അംഗമായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, അധ്യാപകരെ ആദരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ കെടുതി അധ്യാപകർ ആദരിക്കപ്പെടേണ്ടവരല്ല എന്നൊരു ചിന്ത മാതാപിതാക്കളും മറ്റു ചിലരും വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഗുരുദേവോ ഭവ എന്ന് വിശ്വസിച്ച് വിളിച്ചു വളർന്നു വന്ന ഒരു ഭാരതീയ സംസ്കാരത്തിൽ അധ്യാപകൻ ഇന്ന് അനാദരിക്കപ്പെടുകയാണ്. അധ്യാപകരെ ആദരിക്കുന്ന ഒരു സ്വഭാവം, ഒരു ശൈലി നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാവട്ടെ. കുടുംബത്തിലിരുന്ന് അധ്യാപകരെ മക്കളോടൊപ്പം ചീത്ത വിളിക്കുന്ന നിരവധി മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. സ്കൂളുകളിലേക്ക് വന്ന് കുട്ടികളോടൊപ്പം നിന്ന് അധ്യാപകരെ കുറ്റം പറയുകയും അധ്യാപകർ നടത്തിയ തിരുത്തലുകൾ അത് വിദ്യാർത്ഥിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വ്യാഖ്യാനിച്ച് ഒരു തിരുത്തലിനും ഇരയാകാൻ, അല്ലെങ്കിൽ ഒരു തിരുത്തലും എൻ്റെ കുഞ്ഞിന് ആവശ്യമില്ല എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന നിരവധി മാതാപിതാക്കളുണ്ട്. മക്കളെ അപകടത്തിലേക്ക്, അജ്ഞതയുടെ അപകടത്തിലേക്ക്, ഗുരുത്വ നിഷേധത്തിൻ്റെ അപകടത്തിലേക്ക് വലിച്ചെറിയുകയാണ് ഈ മാതാപിതാക്കൾ. നമ്മളുടെ ഭാരത പൈതൃകമനുസരിച്ച് നമുക്ക് വിദ്യാലയം എന്നത് അറിവിൻ്റെ നികേതനമാണ്, വിജ്ഞാനത്തിൻ്റെയും ദൈവിക മൂല്യങ്ങളുടെയും വിളനിലമാണ്. ആ ഒരു അവസ്ഥ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ വിദ്യാലയങ്ങളിൽ നല്ല സദാചാര ബോധമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ, സദാചാര ബോധമുള്ള വിദ്യാർത്ഥികൾ വളരട്ടെ, അധ്യാപകർ അവർക്ക് പ്രചോദനാത്മകമായ മാതൃകാപരമായ ജീവിതം നയിക്കട്ടെ. മാതാപിതാക്കൾ അധ്യാപകരോട് കൈകോർത്തുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല വഴിയെ നടത്തുന്നതിന് സംഘടിതമായ മുന്നേറ്റങ്ങൾ നടത്തട്ടെ. നമ്മുടെ നാട് നന്മ നിറഞ്ഞതാവട്ടെ. നന്ദി.